ഒരു സീസണിൽ ലോകത്ത് 700 കോടി മനുഷ്യന്മാരുണ്ടായിട്ട് അതിൽ ആയിരക്കണക്കിന് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ഉണ്ടായിട്ട് ഒരു ലീഗിൽ 400-500 ലോകോത്തര കളിക്കാർ കളിക്കുമ്പോ യൂറോപ്യൻ ടോപ്പ് ലീഗിൽ 2500-ഓളം കളിക്കാർ നല്ല കാട്ടൊക്കെ നിന്ന് കളിക്കുമ്പോ ആ കളിക്കുന്നിടത്ത് നിന്ന് ഏറ്റവും മികച്ച പ്ലേ മേക്കർമാരെല്ലാം ബീറ്റ് ചെയ്ത് അവരെക്കാൾ ഇരട്ടിലധികം റേറ്റിംഗോട് കൂടി അവൻ പ്ലേ മേക്കർ അവാർഡും അതേ സീസണിൽ ഗോൾ സ്കോറർമാരെല്ലാം ബീറ്റ് ചെയ്ത് അവരെക്കാളും 10-15 ഗോൾ കൂടുതൽ വാങ്ങിയിട്ട് യൂറോപ്പിൽ ടോപ്പ് സ്കോററായി ഗോൾഡൻ ബൂട്ടും എല്ലാം വാങ്ങിയിട്ട് അവൻ പോയിട്ടുണ്ടെങ്കിലേ നിങ്ങളെല്ലാം വിചാരിക്കുന്ന തലച്ചോറി കൊള്ളാത്ത സാധനം അത്. നിങ്ങൾ തലച്ചോറി കൊള്ളൂല അവനെ കുറിച്ച് ആലോചിക്കുന്നത്. ഒരു ആവറേജ് കൂടുതൽ ബുദ്ധിയാണ്, എല്ലാം മനസ്സിലാവില്ല. എന്താ മെസ്സി ഫുട്ബോൾ 90 മിനിറ്റ് കളിക്കുന്ന കളിയിൽ അവനെക്കാളും മികച്ച് കളിക്കുന്ന ഒരു പെർഫോമൻസ് ലോകത്ത് വന്നിട്ടില്ല. ആണയിട്ട് പറയാം. നിങ്ങൾക്ക് ഓനെ രാജ്യത്തിന് കപ്പില്ല, മനക്കരുത്തില്ല, സമ്മർദ്ദഘട്ടം, ആരോഗ്യമില്ല, ഹെഡിങ് എബിലിറ്റി ഇല്ല, ചാട്ടം ഇല്ല, മസിൽ പവർ ഇല്ല, എന്ത് കംപ്ലൈന്റ് പറയാം. അവനെക്കാളും മികച്ച് കളിക്കുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവരല് ഭൂമി ലോകത്തിന് പറ്റൂല. ഒറ്റ സീസണിൽ പ്ലേ മേക്കറും ഗോൾഡൻ ബൂട്ടും വാങ്ങട്ടെ, ഒരാണ് മോന് നട്ടുള്ള ഒരുത്തം വാങ്ങട്ടെ, വാങ്ങിക്കാണിക്കട്ടെ. അന്ന് മെസ്സി നടന്ന 2 അക്ഷരത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്.